എൻ്റെ വൈഫിൻ്റെ കണ്ടീഷൻ വളരെ ബാഡായിരുന്നു. ഇത് ഭയങ്കര ഡേഞ്ചർ കേസാണ്, ഇങ്ങനെയൊക്കെ കുറേ എന്തൊക്കെയോ പറഞ്ഞു. ഞങ്ങൾ നല്ലോണം പേടിച്ചിരുന്നു. ഞങ്ങളതൊക്കെ ഫയലായാലും സൂട്ടായില്ല. എൻ്റെതും എൻ്റെ അളിയന്മാരതും സൂട്ടായില്ല. മോൻ്റെ അത് ഏകദേശം സൂട്ടാവെന്ന് പറഞ്ഞു. എൻ്റെ പേര് അബ്ദുൾ റസാഖ്, ഇവളുടെ പേര് അസ്മാൻ. ഇത് എൻ്റെ വൈഫാണ്. ഞങ്ങളുടെ സ്ഥലം മഞ്ചേശ്വരം, കാസർഗോഡ് ഡിസ്ട്രിക്റ്റ്, കുമ്പള ജില്ലാ ഹോസ്പിറ്റലാണ് ഞങ്ങൾ ബന്ധപ്പെട്ട ആദ്യമായിട്ട്. അപ്പോൾ അവിടെ ഒരു 3 ദിവസം അഡ്മിറ്റ് ചെയ്തിട്ട് പ്രശ്നമൊന്നുമില്ലായിരുന്നു. പിന്നെ ചെറിയ അവിടെ ബ്ലഡൊക്കെ ടെസ്റ്റാക്കിയ സമയത്ത് ചെറിയൊരു മാറ്റം എന്തോ അതിന് പറയുന്നത് എനിക്ക് ക്ലിയർ അറിയില്ല. അപ്പോൾ അത് ക്രേട്ടന എന്തോ കൂടുതലുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നിർത്തുന്നത് ശരിയല്ല, നിങ്ങൾ മൾട്ടിനാഷണൽ വലിയ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, അല്ലെങ്കിൽ തൽക്കാലം ഇപ്പം മംഗലാപുരത്തേക്ക് കൊണ്ടുപോയി എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ നിന്നാണ് ഞങ്ങൾ മംഗലാപുരത്തേക്ക് ഞങ്ങൾ ഷിഫ്റ്റ് ആക്കിയത്. മംഗലാപുരത്തേക്ക് കൊണ്ടുപോയതിന് ശേഷം മംഗലാപുരത്ത് പറഞ്ഞ് ഇത് അവിടെ അഡ്മിറ്റൊക്കെ ചെയ്തിട്ട് കുറച്ച് ഒരു 1-2 മണിക്കൂർ അതിൻ്റെ ശേഷം ഐസിയിലൊക്കെ കിടത്തിയതിൻ്റെ ശേഷം അവർ പറഞ്ഞ് ഇത് ലിവറിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ അത് ഞങ്ങളടുത്ത് അതിനുള്ള സെറ്റപ്പ് ഇല്ല, സംവിധാനം ഞങ്ങളടുത്ത് ഇല്ല. അപ്പോൾ ഒന്ന് നിങ്ങൾ കേരളത്തിലേക്ക് കൊച്ചിയിൽ അങ്ങോട്ട് കൊണ്ടുപോകാം, അല്ലെങ്കിൽ നിങ്ങൾ ബാംഗ്ലൂരിലോട്ട് കൊണ്ടുപോകാം. വേറെ എവിടെയും ഞങ്ങളെവിടെയും മംഗലാപുരത്ത് ഇതിനുള്ള സെറ്റപ്പ് ഞങ്ങളടുത്ത് സംവിധാനം ഇല്ല. അങ്ങനെയാണ് ഞങ്ങൾ ഇവിടേക്ക് ഒരു ദിവസം അവിടെ ഉണ്ടായിരുന്നു. മംഗലാപുരത്ത് ഒരു ദിവസം കിടത്തി അവിടെ പ്ലാസ്മ കാര്യങ്ങളൊക്കെ ചെയ്ത്, പക്ഷെ അതിൽ ബെറ്റർ ആവാത്തത് കൊണ്ടാണ് അവിടുന്ന് ആംബുലൻസിൽ അതിനുള്ള സെറ്റപ്പായിട്ടുള്ള ആംബുലൻസിലാണ് ഞങ്ങളിവിടെ വന്നത്. അപ്പം ഞങ്ങൾ ആ സിറ്റുവേഷൻ ഭയങ്കര പേടായിരുന്നു, കാരണം ഞങ്ങൾ ഭയങ്കര ടെൻഷനിലായിരുന്നു. അപ്പോൾ അവിടുത്തെ ഡോക്ടർമാർ ഒരുപാട് പേടിപ്പിച്ചു ഞങ്ങളെ, ഇത് ഭയങ്കര ഡേഞ്ചർ കേസാണ്, ഇങ്ങനെയൊക്കെ കുറേ എന്തൊക്കെയോ പറഞ്ഞു. എൻ്റെ കസിന് ഇവിടെ ഒരു 10 കൊല്ലം കണ്ടായി, ഗഫൂർ എന്ന പേര്. പുള്ളി ഒരു 10 കൊല്ലം കണ്ടായി ഇവിടുന്ന് മെഡിസിനും കാര്യങ്ങളും ഡോക്ടർമാരായിട്ടും എല്ലാവരും നല്ല ബന്ധമുണ്ട്. അപ്പോൾ അയാൾ ഉടനെ ഇവിടുത്തെ കോർഡിനേറ്ററായിട്ട് ബന്ധപ്പെട്ടിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മെഡിസിൻ സമ്മറി അയച്ചു കൊടുത്തു. ബാക്കി എല്ലാ റിപ്പോർട്ട്സും ചോദിച്ചു കൊടുന്ന് ആ റിപ്പോർട്ട്സൊക്കെ വാട്സാപ്പിലും മെയിലിലൊക്കെ അയച്ചു കൊടുത്തു. എന്നിട്ട് ഇവിടുന്ന് റിപ്ലൈ ഞങ്ങൾ കിട്ടി, ഓക്കെ നിങ്ങൾ വന്നോളി, അതിനുള്ള ട്രീറ്റ്മെൻറ്റ് നമ്മൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇതാക്കി. പിന്നെ ഡോണറും കൂടെ വേണമെന്ന് പറഞ്ഞ്, അങ്ങനെ ഡോണറായിട്ടാണ് ഞങ്ങൾ 4 പേര് അവിടുന്ന്, ഞാനും എൻ്റെ മകനും എൻ്റെ 2 അളിയന്മാരും, ഞങ്ങൾ 4 പേരാണ് ആംബുലൻസിൽ അവിടെ വന്നത്. ഡിസംബർ 28-ാം തീയതി കണ്ടാണ് വന്നത്. അവിടുന്ന് രാവിലെ 8 മണിക്കൂറിൻ്റെ സമയം പറഞ്ഞു, 8 മണിക്കൂർ കൊണ്ട് ലക്ഷൂറിലേക്ക് എത്തണമെന്ന് പറഞ്ഞു അവർ. അതിനുള്ള പ്ലാസ്മ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് അവിടുന്ന് വിട്ടത്. ഞങ്ങൾ 7 മണിക്കൂർ കൊണ്ട് ഇവിടെ എത്തിയപ്പോൾ തന്നെ എല്ലാ സെറ്റപ്പും ചെയ്ത് മോൻ്റെ ഞങ്ങളതൊക്കെ ഫയലായാലും സൂട്ടായില്ല. എൻ്റെതും എൻ്റെ അളിയന്മാരതും സൂട്ടായില്ല. മോൻ്റെ അത് ഏകദേശം സൂട്ടാവെന്ന് പറഞ്ഞു. ഒരു ഉച്ചവരെ ഇതെല്ലാം പ്ലാനിങ്ങെല്ലാം ചെയ്ത് മാക്സിമം ഞാൻ ട്രൈ ചെയ്യാം ഇത് റീക്കവറായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ റീക്കവർ ആകുന്നില്ലെങ്കിൽ നമുക്ക് അതിനുള്ള ഡോണറും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് വെക്കാം, കാരണം ഇത് നല്ല മോശമായ കണ്ടീഷനിലാണ് ഉള്ളത്. അപ്പോൾ അങ്ങനെ പറഞ്ഞതുകൊണ്ട് എൻ്റെ മോനെ എല്ലാം ചെക്കിങ് എല്ലാം ചെയ്തിട്ട് സ്റ്റെപ്പിനായിട്ട് റെഡി ആയിട്ട് വെച്ച്. അന്നേരമാണ് അതേ ദിവസം രാവിലെ രാവിലെ 3:30 മണിയാകുമ്പോൾ എത്തി. അതേ ദിവസം വൈകിട്ട് ഒരു 5-6 മണിയാകുമ്പോൾ സാറിൻ്റെ ഫോൺ വന്നു, ഇങ്ങനെ ഒരു കടവറായിട്ട് നമുക്ക് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. അത് മോൻ്റെ ഈ സർജറി മാറ്റി വെച്ചിട്ട് കടവറ ഞമ്മ എടുത്തിട്ട് ചെയ്ത്. അപ്പോൾ ഞങ്ങൾ ചെയ്തിട്ട് 3 മാസം കണ്ടായി. പക്ഷേ അതിൽ ഞങ്ങൾ പോവാണ്. ആർക്കെങ്കിലും നിങ്ങൾക്ക് ലിവർ ഇങ്ങനെ ഡോണറ്റായിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ലക്ഷർ ഹോസ്പിറ്റലായിട്ട് ബന്ധപ്പെട്ടെങ്കിൽ അതിനുള്ള ടീംസ് ഉണ്ട് അവരുടെ അടുത്ത്, എല്ലാ സജ്ജീകരണവും ഉണ്ട്, എല്ലാ എക്യുപ്മെൻറ്റ്സും ഉണ്ട് ഇവിടെ. ഈ ഹോസ്പിറ്റൽ മാറ്റി പറയാനൊന്നുമില്ല, അത്ര നല്ല സെറ്റപ്പാണ്. ഞങ്ങളിങ്ങനെയല്ല, ഞങ്ങൾ പേടിച്ചിട്ടാണ് വന്നത്. പേടിച്ച് പറഞ്ഞാൽ അത് നിങ്ങൾക്കറിയാമല്ലോ, ഒരു ജീവൻ തിരിച്ചു കിട്ടാന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നെ പറഞ്ഞിട്ട് അത് അത്രയും ആ സമയത്ത് അങ്ങനെ പറയാൻ പറ്റും. അത്രയും പേടിച്ചിട്ടാണ് ഞങ്ങൾ. പക്ഷേ ഇവിടുത്തെ ഡോക്ടർമാർ, ഇവിടുത്തെ ആ ടീം, ഞാൻ എന്ത് പറയേണ്ടത്, ഈ ഹോസ്പിറ്റലിൽ MD അടക്കം അബ്ദുള്ള സാഹിബ് അടക്കം ഞങ്ങൾക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ 2 പ്രാവശ്യം ഞങ്ങളെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. അതുപോലെ ഫാദിൽ സാറ്, പിന്നെ ഫാദിൽ സാറിനെ ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല, അത്രയും നല്ലൊരു മനുഷ്യനാണ്, നല്ലൊരു ഡോക്ടറാണ്. അതുപോലെ അയാൾ മാത്രമല്ല, അയാൾ മൊത്തം ടീം, ഇവിടുത്തെ സെറ്റപ്പും ഇവിടുത്തെ നഴ്സും എല്ലാം നല്ല ഒരു ഇതാണ്. പിന്നെ പൈസ കുറച്ചും ചിലവാകും, പൈസ ഇല്ലാണ്ട് ആരും ഒന്നും ഫ്രീ ചെയ്യില്ലല്ലേ. പക്ഷേ അത് കൊടുത്താലും അതിനുള്ള എല്ലാ സജ്ജീകരണവും
ഒരു ബേജാറുമാവാത്ത ഡിസംബർ 28-ാം തീയതി കണ്ട് ഞങ്ങളോട് രാത്രി എത്തിയത്. അന്ന് തൊട്ട് സർജറി ആവുന്നത് വരെ ഈ ഫാദിൽ സാറും അവരുടെ ടീം ഉറങ്ങിയിട്ടില്ല. ഞങ്ങൾക്കറിയാതെ ഞാൻ കണ്ടതാണ്. എന്നെ ഉറങ്ങാൻ വിട്ടിട്ടില്ല, അവർ ഉറങ്ങിയിട്ടില്ല. 2 ദിവസം നോൺ സ്റ്റോപ്പ് ഉറങ്ങിയിട്ടില്ല. അത് കഴിഞ്ഞതിന് ശേഷം നല്ല സർജറി ഞങ്ങളെ വിളിച്ച് സംസാരിച്ചിട്ട് സർജറിയായി വൈകിട്ട് 6 മണി പിറ്റേ ദിവസം അതിൻ്റെ പിറ്റേ ദിവസം വൈകിട്ട് 7 മണിക്ക് ഞങ്ങളെല്ലാം, ഞാനുണ്ടായിരുന്നു, എൻ്റെ ബ്രദറുണ്ടായിരുന്നു, എൻ്റെ അളിയന്മാരെല്ലാവരും ഉണ്ടായിരുന്നു. ഞങ്ങൾ വിളിച്ചിട്ട് ഞങ്ങൾ സംസാരിച്ചിട്ട് വിട്ടതിൻ്റെ ശേഷം അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലാകാത്ത അൽഹംദുലില്ലാ നല്ല രീതിയിൽ സംസാരിച്ച് പ്രഷറും കാര്യങ്ങളും എല്ലാം നോർമലാണെന്ന് പറഞ്ഞ് എല്ലാ സർജറി ആയ എല്ലാ കാര്യവും അൽഹംദുലില്ലാ ഓക്കെ ആയി. അപ്പോഴാണ് ഞങ്ങൾക്ക് ഒരു ഹാപ്പി ആയിട്ട്. പിന്നെ ഓരോ സമയം 1.5 മണിക്കൂർ വെച്ച് ഞങ്ങളെ വിളിച്ചിട്ടും ഞങ്ങളെ മീറ്റിംഗ് ആക്കിയിട്ടും എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടും എല്ലാം വളരെ കൂളായിട്ടുള്ള ഒരു ഡോക്ടേഴ്സുമാരാണ്. അതേ സ്ഥലത്ത് ഞങ്ങൾ മംഗലാപുരത്താണെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല, അത്രയും ബേജാറായിട്ടാണ് അവിടെ ഞങ്ങളിവിടെ വന്നത്. പക്ഷേ ഇവിടുത്തെ ശേഷം അൽഹംദുലില്ലാ അള്ളാൻ്റെ ലാക്ക് ശുക്ർ എന്ന് പറയാം. അത്രയും നല്ല സെറ്റപ്പും നല്ല കാര്യങ്ങളൊക്കെ ഉണ്ട്.